ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആട്ടുതീരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ കേരള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ മല്ലൂസിനും മല്ലൂസിന് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ അടുത്ത അതിൻ്റെ ಕನ್ನಡ നമ്മുടെ ಶ್ರೇಯಸ್ ಹೇಗಿದ್ದೀರಾ ಎಲ್ಲರೂ? ಚೆನ್ನಾಗಿರೋಂಥ ಕಂಟೆಂಟ್ ಬರ್ತೀವಿ. ಸೊ ನಿಮಗೆ ಈಗ ನೋಡ್ಬೋದು, ನಾವೀಗ ಒಂದು ರೆಸ್ಟೋರೆಂಟಿಗೆ ಬಂದಿದ್ವಿ, ಆಟುತೀರ ಅಂತ. ಅದು ಕೇರಳ ರೆಸ್ಟೋರೆಂಟು. ಸೊ ಇದು ಆ್ಯಕ್ಚುಲಿ ಕೋತನೂರು ಅಂತ ಒಂದು ಜಾಗ ಇದೆ ಇಲ್ಲಿ. ಸೊ ಕೋತನೂರಲ್ಲಿ ಇರುವ ನಾರಾಯಣಪುರ ಮೇನ್ ರೋಡ್, ಸೊ ಅಲ್ಲಿರುವ ಒಂದು ರೆಸ್ಟೋರೆಂಟ್ ಇದು. ಸೊ ಈಗ ನಾವು ಟೇಸ್ಟ್ ಮಾಡಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೀವಿ. ಈಗ ಇವತ್ತಿನ ಡಿನ್ನರ್ ಇಲ್ಲಿಂದ. സോ നോടോ ഹേഗിത നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഡിന്നർ ഇവിടുന്ന് കഴിക്കാനുള്ള പ്ലാനിലാണ്. കേരള റെസ്റ്റോറൻറ്റ് ആട്ടുതീരം. പിന്നെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ലൊക്കേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ സംഭവം അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഉള്ളിലിരിക്കാൻ പോവാണ്. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ ആണ് ഇങ്ങനെ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് കണ്ടിട്ട് പറയാം. അപ്പോൾ ഇതാണ് ആട്ടുതീരത്തിൻ്റെ ഉള്ളിൽ. ഇതേപോലെ ഞങ്ങളൊക്കെ ഇരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഒക്കെ ഉണ്ട്. ഇതേപോലെ മൊബൈൽ ഹോൾഡറൊക്കെ ഉണ്ട്, ചാർജൊക്കെ ചെയ്യാം. സാറേ പറ. ಸೊ ನಿಮಗೆ ಈಗ ಗೊತ್ತಿದೆ, ನಾವೀಗ ಆಲ್ರೆಡಿ ಒಳಗೆ ಬಂದಿದ್ವಿ. ಸೊ ಇದು ಕೇರಳ ರೆಸ್ಟೋರೆಂಟ್ ಅಲ್ವಾ. ಸೊ ನಿಮಗೆ ಆಲ್ ಟೈಪ್ಸ್ ಆಫ್ ನಾನ್ ವೆಜ್, ಫಿಶ್ ಎಲ್ಲ ಸಿಗ್ತಾ ಇದೆ. ಸೊ ನೋಡಿ, ಎಲ್ಲ ಫೆಸಿಲಿಟೀಸ್ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ ಇಲ್ಲಿ. ಒಳಗೆ ಆ್ಯಂಬಿಯನ್ಸ್ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ. ಫ್ಯಾನ್ಸ್, AC, ಪಾಯಿಂಟ್ಸ್ ಎಲ್ಲ ಇದೆ ನಿಮಗೆ. ನಾವು ಮೆನು ನೋಡ್ತಾ ಇದ್ದೀವಿ. ಸೊ ಮೆನು ನೋಡೋಣ ಏನಿದೆ ಅಂತ. മെനു നോക്കാണ് ആട്ടുതീരത്തിൻ്റെ. ഇതേ അത്യാവശ്യം കേരള ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിരിയാണി 180, ചിക്കൻ, അങ്ങനെ റൈസ് കാര്യങ്ങളൊക്കെയാണ്. ബ്രെഡ്, അപ്പം, ഇഡ്ഡലി. ശരിക്കും ഒരു മലയാള തനിമ തന്നെ പറയാം. ഇതേ കണ്ട ലഞ്ചിനൊക്കെ പറയുന്ന വെജിറ്റേറിയൻ ഫേവറേറ്റ്സ്. അതുപോലെ കേരള മീൽസ് 110 എന്നുള്ള രീതിയിൽ. അപ്പോൾ സദ്യ ഒക്കെ കഴിക്കാം. ഓണമൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ സദ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫിഷ് കറി കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വെജിറ്റേറിയൻ. എനിക്ക് കന്നഡ മാത്രമല്ല കേട്ടോ, മലയാളം അറിയാം. കേരള റെസ്റ്റോറൻ്റ് ಅಲ್ಲೇ വിളിക്കാം. ಸೊ ನಾವೀಗ ಏನು ಆರ್ಡ್ರ್ ಮಾಡಿದ್ವಿ, ಕಪ್ಪ ಆರ್ಡ್ರ್ ಮಾಡಿದ್ವಿ. ಓಕೆ, ಕಪ್ಪ ಮತ್ತು ಮೀನು ಕರಿ, ಫಿಶ್ ಕರಿ, ಮತ್ತು ನಾವು ಪುಟ್ಟು ಮತ್ತು ಚಿಕನ್ ಕರಿ ಆರ್ಡ್ರ್ ಮಾಡಿದ್ವಿ. ಮತ್ತು ಏನೆಲ್ಲ ಆರ್ಡ್ರ್ ಮಾಡ್ತೀವಿ ಮತ್ತೆ ಹೇಳ್ತೀವಿ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കപ്പ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പുട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം ചെന്നാಗಿದೆ, നന്നായിട്ടുണ്ടാവും. ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് പുട്ട് എത്തിയിട്ടുണ്ട്, ചിക്കൻ കറി എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ല കപ്പ നല്ല ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ് കറി. എന്തായാലും കളറൊക്കെ കണ്ടിട്ട് പൊളിയാന്ന് തോന്നുന്നു. ഇനി കഴിച്ചിട്ട് ശ്രേയസ് സാറ് അതിൻ്റെ അഭിപ്രായം പറയും. എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോഴില്ലേ ഫുഡ് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേ കപ്പയുണ്ട്, ഇതേ മീനുണ്ട്. ഇതേ ഈ കപ്പ എടുത്തിട്ട് ഇങ്ങനെ മീനിൻ്റെ ഇതിലിട്ടിട്ട് ഇങ്ങനെ നല്ല രസമാണ്. പിന്നെ അതുപോലെ പുട്ടും ചിക്കൻ കറി ഞാൻ ഓർഡർ ചെയ്താണ്. അതും ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ പൊളി. കണ്ണൂരിൽ പറഞ്ഞ പോലെ ചെന്നാരിത, തുമ്പ ചെന്നാരിത കൊള്ളാം. ಸೊ ವೀಕ್ಷಕರೇ, ನಿಮಗೆ ನೋಡ್ಬೋದು. ಈಗ ನೋಡಿ, ನಾನು ಪಂಜಸಾರಿಂದ ಕೂಡ ಸ್ವಲ್ಪ ಪುಟ್ಟು ಮತ್ತು ಚಿಕನ್ ಕರಿ ತಗೊಂಡಿದ್ದೀನಿ. ಸೊ ಮತ್ತು ನಮ್ಮ ಕಪ್ಪ ಮತ್ತು ಮೀನು ಕರಿ ಕೂಡ ಇದೆ ಒಟ್ಟಿಗೆ. ಸೊ ಟೇಸ್ಟ್ ಸಖತ್ತಾಗಿದೆ. ನಿಮಗೆ ಪ್ಲೀಸ್ ಬರಬೇಕು ನೀವು. ಒಳ್ಳೆ ಹೋಟೆಲ್ ಅದು, ಟ್ರೈ ಮಾಡಬೇಕು ನೀವು. ಓಕೆ, ಪ್ಲೀಸ್ ನೋಡುವ. ಸೂಪರ್.